ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് തന്നെ ആദ്യം നോക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച 24,831 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 75 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 24,906 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. ഇന്നത്തെ ഹൈയും ലോയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് ഓൾമോസ്റ്റ് 170 പോയിന്റിന്റെ മൂവ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇന്നലെ ഈ ഏരിയയിൽ ഒരു 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ഒരു അപ്വേർഡ് മൂവ്മെന്റ് തരികയാണെങ്കിൽ ഈ ലെവലിന് മുകളിൽ കയറി ക്ലോസ് ചെയ്താൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ എന്നായിരുന്നു. എന്നാൽ ഇവിടെ നിന്നും ഇന്ന് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയ കൃത്യമായ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും 24,918 എന്ന ഏരിയയിൽ നിന്നും സെൽ ഓഫ് വരികയാണ് ചെയ്തത്. ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. എന്നാൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലോട്ട് മാറി നമ്മൾ 1 മിനിറ്റ് 3 മിനിറ്റിൽ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ശ്രദ്ധിക്കുമ്പോൾ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെ ആദ്യത്തെ ടാർഗറ്റ് എടുത്താൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിലാണ് പരിശോധിക്കുന്നതെങ്കിൽ പോലും ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കിട്ടിയത്. അപ്പോൾ ചെറിയ ഡിക്ലൈൻ കിട്ടുമ്പോൾ തന്നെ എൻ്ററായി ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്കും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായ 24,961 അതിനു മുകളിൽ 25,000 എന്ന് പറയുന്ന ലെവൽ തന്നെ 24,999 25,000 എന്ന ലെവൽ തന്നെ വളരെ വേഗത്തിലൊരു ടാർഗറ്റ് അടുത്ത 15 മിനിറ്റിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ പോലും ഈ ഏരിയയിൽ നിന്ന് ബുക്ക് ചെയ്തവർക്ക് പോലും വീണ്ടും ഒരു റീ എൻട്രിക്കുള്ള ചാൻസ് ഈ ഏരിയയിൽ നിന്ന് തരികയായിരുന്നു. ഇവിടെ സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് ചെയ്യാം, ഒന്നുകിൽ ഈ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം, അതല്ലെങ്കിൽ എടുത്തിരുന്ന ട്രെയിൽ ചെയ്യാൻ ഈ ലെവൽ ഉപയോഗിക്കാം. എന്നാൽ ഒരു പരിധിവരെ ഹോൾഡ് ചെയ്ത് ഈ ഏരിയയിൽ നിന്ന് എക്സിറ്റ് ആയവർക്ക് വീണ്ടും കിട്ടിയ ഒരു ഡിക്ലൈൻ ഇതേ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് ലെവൽ 24,961 എന്ന ലെവലിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും ഒരു ട്രേഡിങ്ങിനുള്ള അവസരം ലഭിച്ചിരുന്നു. എന്നാൽ വളരെ സ്ലോ ആയിട്ടാണ് ടാർഗറ്റ് ലഭിച്ചത്. അത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സംഭവിച്ചതുകൊണ്ട് ആ ടാർഗറ്റ് ഏരിയയിലോട്ട് എത്തുമ്പോൾ തന്നെ പ്രീമിയം അല്പം കുറഞ്ഞു പോയിട്ടുണ്ടാകാം, എങ്കിലും പ്രോഫിറ്റബിൾ ട്രേഡിന് സാധിച്ചിരുന്നു. എന്നാൽ തുടർന്നുള്ള സമയം മുഴുവനും പ്രൈസ് ആ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് 25,000 മുകളിൽ നമുക്ക് ഒരു ഡേ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 25,000 എന്ന ലെവൽ തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ 25,147 ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വളരെ മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലെവലാണ്. എന്നാൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ഹിസ്റ്റോറിക്കൽ ഹൈ എന്ന് പറയുന്നത് 25,078 എന്ന ലെവലാണ്. 79 എന്നാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണ് എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ശരിക്കും ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് പേരിൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും വാങ്ങാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഹൈ ആയ ഈ ലെവലിന് മുകളിലോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഈ തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ഈ ടാർഗറ്റുകൾ ലഭിക്കുമെന്നല്ല, എന്നാൽ ഈ വരുന്ന ആഴ്ചയിൽ 25,079 എന്ന് പറയുന്ന നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഹൈക്ക് മുകളിൽ ഒരു വൺ ഡേ ക്ലോസിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് പോയേക്കാം. അങ്ങനെയെങ്കിൽ ഒരു 25,500 ലെവലൊക്കെ ടാർഗറ്റ് നമുക്ക് ഈസിയായി ലഭിക്കാൻ കഴിയുന്നതാണ് എന്നാണ് പ്രതീക്ഷ. എന്നാലും പ്രൈസ് നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും.
അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 24,970 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി അപ്പോൾ കൊടുക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺവേർഡ് വന്നേക്കാം. 24,919, 24,874, 24,851, 24,834 എന്നിങ്ങനെയുള്ള ലെവലുകൾ ടാർഗറ്റായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ ഏരിയയെല്ലാം അല്പം കൂടി സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നാളെ എന്തായിരുന്നാലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയാൽ പോലും നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഹൈക്ക് മുകളിലോട്ട് ക്ലോസ് ചെയ്തേക്കാം. എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോയേക്കാം. അതേസമയം ഇവിടുന്ന് ഹൈലി സെല്ലിംഗ് പ്രഷർ വരികയോ ഒരു ഗ്യാപ്പ് ഡൗൺ തന്ന് വീണ്ടും ഡൗൺവേർഡ് തന്നെ പോവുകയോ ചെയ്താൽ നമ്മൾക്ക് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആയി പോയേക്കാം എന്ന ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 51,150 ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ആയി ഞാൻ കാണുന്നത് 51,961 എന്ന ലെവലാണ്. 51,586 എന്ന ലെവലാണ്. എന്നാൽ ഇന്നത്തെ ഉയരമായ 51,319 എന്ന ലെവലും അതുപോലെ തന്നെ 51,258 എന്ന ലെവലുമൊക്കെ ഞാൻ ചില മൈനർ റെസിസ്റ്റൻസ് ലെവലുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ കയറി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പോലും വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ ഡേയ്സിലോ ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സിലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും ഈ ലെവലിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു 1 അവർ ക്യാൻഡിലെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ആദ്യമേ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 54,457, 583 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ ഇതിന് മുകളിൽ കടന്ന് ക്ലോസ് ചെയ്താൽ 728, 888, 961 എന്നിങ്ങനെയുള്ള ലെവലുകളും മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ നമ്മുടെ സപ്പോർട്ടിന് താഴെയായിട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ അതായത് 51,061 എന്നൊക്കെ ഉള്ള ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെ ക്ലോസ് ആയാൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവ 50,964, 50,889, 776, 705, 608 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അതിൽ 776 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തുടർന്ന് താഴോട്ട് ലഭിക്കാവുന്ന ടാർഗറ്റുകളും ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രൈസിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഇവ ഓരോരുത്തരും ടാർഗറ്റ് നൽകുക എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തുടർന്ന് സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്നൊന്ന് നോക്കാം. 81,680 ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് ആയി ഞാൻ കാണുന്നത് 82,480 ലെവലാണ്. എന്നാൽ അതിനിടയിൽ ചെറിയ മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ നാളെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നു എന്ന് തോന്നിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. തീർച്ചയായും ആദ്യം ലഭിക്കേണ്ടത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന സാധ്യത തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിൽ പോലും അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അതായത് 81,923 എന്ന ലെവലിനൊക്കെ മുകളിലോട്ട് ക്ലോസ് ആയാൽ തുടർന്ന് ഈ ലെവലുകൾ ലഭിച്ചേക്കാം ടാർഗറ്റായി എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് കാണാം എന്നാണ് കരുതുന്നത്.
ഓക്കെ, എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതില്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. തീർച്ചയായും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് പ്രൈസ് അല്പം ഡൗൺ സൈഡിലോട്ട് പോരാം എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നൽകേണ്ടതെങ്കിൽ അങ്ങനെയെങ്കിൽ 81,564 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 81,387, 277, 81,182 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഇതിനകത്ത് 81,182 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതിന് താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ 80,942, 813, 622, 449 എന്നിങ്ങനെയാണ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് ലെവലുകൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം വ്യക്തമായി രേഖപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ പതിവ് പോലെ റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കുകളും കമന്റുകളുമാണ് തീർച്ചയായും ചാനലിന് ഒരു പ്രൊമോഷൻ നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് രേഖപ്പെടുത്താനും എന്തെങ്കിലുമായിട്ട് ഒരു കമന്റ് രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുന്നു കരുതുന്നു. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്